ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम ज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकम् वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधाकृष्णपादान् सगणललिता शिविशाखान्वितंश्च हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्द राधाकान्द नमोऽस्तुते तप्त काञ्चन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर शिवासादि गौर भक्त हरे कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण त्वदीय पद पंकज पंजरांधम अद्वैव मे विशतु मानस राजहंसा प्राण प्रयाण समये कपवाथ भित्ते कंठावरोधन विधौ स्मरणं कुतस्ते। Okay. Okay. മുകുന്ദമാല സ്തോത്രം 48ാമത്തെ ശ്ലോകം. ധ്യായന്തി യേ വിഷ്ണുമനന്തമവ്യയം ഹൃത്പദ്മമധ്യേ സതതം വ്യവസ്ഥിതം സമാഹിതാനാം സതതാ ഭയപ്രദം തേ യാന്തി സിദ്ധിം പരമം തു വൈഷ്ണവിം. ധ്യായന്തി യേ വിഷ്ണുമനന്തമവ്യയം ഹൃത്പദ്മമധ്യേ സതതം വ്യവസ്ഥിതം സമാഹിതാനാം സതതാ ഭയപ്രദം തേ യാന്തി സിദ്ധിം പരമം തു വൈഷ്ണവിം. ഹരേ കൃഷ്ണ. നിഷമാതാജി. हरे कृष्ण। ध्यायन्ति ये विष्णुमनन्तमव्ययं हृत्पद्ममध्ये सततं व्यवस्थितं समाहितानां सतता भयप्रदं ते यान्ति सिद्धिं परमां तु वैष्णवीम्। हरे कृष्ण. ശരണി മാതാജി. ഹരേ കൃഷ്ണ. ധ്യായന്തി യേ വിഷ്ണുമനന്തമവ്യയം ഹൃത്പദ്മമധ്യേ സതതം വ്യവസ്ഥിതം സമാഹിതാനാം സതതാ ഭയപ്രദം തേ യാന്തി സിദ്ധിം പരമാം തു വൈഷ്ണവീം. The unlimited and infallible Vishnu, who is always present within the lotus of the heart, grants fearlessness to those who fix their intelligence upon him. The devotees who meditate on him will reach the supreme perfection of the Vaishnavas. ഭഗവാന്റെ ക്വാളിറ്റീസിനെ പറ്റി പറഞ്ഞിട്ട് ഭഗവാൻ എന്താണ്? അഭയം തരുന്നു. എന്താണ്? അൺലിമിറ്റഡ് ഇൻഫാലിബിൾ വിഷ്ണുവാണ്. ഭഗവാന് യാതൊരു ലിമിറ്റേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഭഗവാന് എന്ത് ചെയ്യാൻ പറ്റും, എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതൊന്നും നമ്മുടെ കയ്യില്ല. എന്ത് വേണം ചെയ്യാൻ പറ്റും. ഭഗവാനെ ഒരു തരത്തിലും നമുക്ക് ലിമിറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് ഭഗവാൻ വിഷ്ണുവിൻ്റെ ആ ഒരു അട്രിബ്യൂട്ട് എന്നുള്ളത്. അത്രയും സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡാണ്. ഒരാൾക്കും ഒരു ലിമിറ്റേഷൻ കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള വിഷ്ണു എന്താണ് എല്ലാവരുടെയും ഹൃദയത്തിൽ ഉണ്ട്. ഹു ഈസ് ഓൾവേസ് പ്രസന്റ് വിത്തിൻ ദ ലോട്ടസ് ഓഫ് ദ ഹാർട്ട്. എന്നാണ് അദ്ദേഹം കൊടുക്കുന്നത്? തൻ്റെ ഭക്തന്മാർക്ക് grants fearlessness to those who fix their intelligence upon him. ഈ ഫിയർലെസ്നെസ്, ഈ അഭയം,
ആർക്കാ കൊടുക്കുക? ആരാണോ തൻ്റെ ബുദ്ധി ഭഗവാൻ പൂർണ്ണമായും സമർപ്പണം ചെയ്യുന്നത്, ആരാണോ തൻ്റെ മനസ്സ് ഭഗവാനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, അങ്ങനത്തെ ഭക്തന്മാർക്ക് എന്ത് പ്രദാനം ചെയ്യും? ഫിയർലെസ്നെസ്, അഭയം. നമുക്ക് ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭയം തോന്നാറില്ലേ? എന്താണ് ഭയം? കാരണം നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഭയം. അർജുനന് ആ ഭയം ഉണ്ടായിരുന്നില്ല. അർജുനൻ ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ച ശേഷം, ഭഗവാനെ തൻ്റെ ഗുരുവായിട്ട് സ്വീകരിച്ച ശേഷം അർജുന ഭയം മാറിപ്പോയി. അതേപോലെ നമുക്കും അർജുനെ പോലെ ആദ്യം അർജുന എങ്ങനെ ഭയം ഉണ്ടായിരുന്നു, അതേപോലെ നമുക്കും ഇപ്പോൾ ഭയമുണ്ട്. എന്ത് സംഭവിക്കും? നമുക്കെന്ത് സംഭവിക്കും? നമ്മുടെ ബന്ധുക്കൾക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ പേരും പ്രശസ്തിക്ക് എന്ത് സംഭവിക്കും? ഇതെല്ലാം നമ്മുടെ ഭയതുണ്ട്. അടുത്ത നിമിഷം എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ഓരോ നിമിഷവും ഓരോ സ്റ്റെപ്പും ഡേഞ്ചറസ് ആണ് നമ്മുടെ. കാരണം എന്താണ്? പ്രധാനപ്പെട്ട കാരണം നമുക്ക് ഈ ഭയം വരുന്നത് പൂർണ്ണമായിട്ടും ഭഗവാനെ ശരണം പ്രാപിക്കാത്തതാണ്. അർജുനൻ ഏത് നിമിഷം ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചു, അപ്പോൾ ആ നിമിഷം നമുക്ക് അർജുനൻ അഭയം ആ തലത്തിലേക്ക് ഉയർന്നു. ഭീഷ്മ പിതാമഹൻ നാളെ ഞാൻ 5 പാണ്ഡവന്മാരെ വധിക്കുമെന്നുള്ള ആ ശപഥം എടുത്ത സമയത്ത് ആർക്കായിരുന്നു ഭയം? കൃഷ്ണ ഭഗവാനായിരുന്നു ഭയം. അർജുനൻ വളരെ സുഖപ്രദമായിട്ട് ഉറങ്ങായിരുന്നു. അപ്പോഴാണ് അർജുനനെ വിളിച്ച് പറയുന്നത്, അർജുന, നമുക്ക് ഓർമ്മയില്ലേ ഭീഷ്മ പിതാമഹൻ ശപഥം എടുത്തിട്ടുണ്ട്, നാളെ നിങ്ങളെ 5 പേരെയും വധിക്കുമെന്നുണ്ട്. അപ്പോൾ അർജുന എന്താ പറഞ്ഞു? അത് എൻ്റെ പ്രശ്നമല്ല, അത് അങ്ങയുടെ പ്രശ്നമാണ്. അങ്ങനെ ഭീഷ്മ പിതാമഹൻ അങ്ങനെ ശപഥം എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തിനും അറിയുന്നത്? ഞങ്ങൾ പൂർണ്ണമായിട്ടും അങ്ങക്ക് സമർപ്പണം ചെയ്തിട്ടുണ്ട്. ഞങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് അങ്ങയുടെ പ്രശ്നമാണ്. അതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ? നാളെ ആരെങ്കിലും നമ്മുടെ വേണ്ടപ്പെട്ട ആൾക്കാരെ അങ്ങനെ വധിക്കാൻ പറഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ എപ്പോൾ പറ്റും? എങ്ങനെ അർജുനൻ പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പണം ചെയ്തു, അതേപോലെ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ സമർപ്പണം ചെയ്യണം, ഭഗവാനെ ശരണം പ്രാപിക്കണം. എന്നാൽ നമുക്ക് ആ തലത്തിലേക്ക് വരാൻ പറ്റും. അപ്പോൾ ഇതാണ് ഭഗവാന്റെ മഹിമ ഇവിടെ പാടുകയാണ് ആര് ചെയ്യുന്നത്? കുലശേഖരർ. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. ഇതും അർജുനൻ തന്നെ പറയുന്നു. കൃഷ്ണ കൃഷ്ണ മഹാബാഹോ, കൃഷ്ണനെ സംബോധന ചെയ്തിട്ട് ഓ മൈറ്റി ആംഡ്. ഭക്താനാം അഭയങ്കര, അതെന്നെ ഇവിടെ പറയുന്ന കുലച്ചേർക്കാരും. ഭക്തന്മാർക്ക് അഭയം നൽകുന്നു, പേടിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നു. ത്വമേകോ ദഹ്യമാനാനാം അപവർഗോസി സംസൃതേ. അപ്പോൾ എന്താണ് അപവർഗം എന്ന് പറഞ്ഞാൽ? എന്താണ് അപവർഗം എന്ന് പറഞ്ഞാൽ? കവിരൂപ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. എന്ത് ചോദിച്ചു പ്രഭു? ഞാൻ കേൾക്കാം. എന്താണ് അപവർഗ എന്ന് പറഞ്ഞാൽ? പവർഗ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അറിയോ? പപ്പാ ബാബാമ. എന്താണ് പപ്പാ ബാബാമ എന്ന് പറഞ്ഞാൽ? വ്യഞ്ജനാക്ഷരങ്ങൾ അതെ, അറിയില്ല. അത് ശാസ്ത്രത്തിൽ അതിനെന്താണ് അത് പറഞ്ഞ എന്താണ്? പരിശ്രമം. പാന്ന് വാക്കുകൊണ്ട്, ആ അക്ഷരം കൊണ്ട് നമ്മൾ പരിശ്രമം ചെയ്യും ഓരോ കാര്യത്തിനും, അല്ലേ? നമ്മൾക്ക് പരിശ്രമം ചെയ്യാണ്ട് ഒരു കാര്യം നടക്കാൻ പറ്റില്ല. അപ്പോൾ പരിശ്രമം ചെയ്യുമ്പോൾ എന്താണ് രണ്ടാമത്തെ സ്റ്റേജ്? ഫേന. അതായത് നമ്മൾ വളരെ പരിശ്രമം ചെയ്യുമ്പോൾ നമ്മളുടെ, അതായത് മൃഗങ്ങളുടെ കണ്ടിട്ടില്ലേ വായിൽ പതക്കെ വരുന്നത് ഒരുപാട് പരിശ്രമിക്കുമ്പോൾ? അതേപോലെ നമുക്കും ആ ടയർഡ്നെസ്, ഫെറ്റീഗ്നെസ് അനുഭവപ്പെടും. പിന്നെ അത് എന്താണ്? ബന്ധനത്തിലേക്ക് കൊണ്ടുപോകും, നമ്മളെ ബന്ധിപ്പിക്കും ഈ സംസാര സാഗരത്തിൽ. പിന്നെ അത് ഭയമായി തീരും, പിന്നെ അത് മൃത്യുവായിട്ട് തീരും, അല്ലേ? അതാണ് പപ്പാ ബാഭാമ. പരിശ്രമം, ഫേന, ബന്ധനം, ഭയം, മൃത്യു. അപ്പോ അത് പവർഗ. അപ്പൊ ആ പവർഗത്തിൽ നിന്ന്, അപ്പൊ നമ്മൾ ഈ ഭൗതിക സാഗരത്തില്
ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇതെല്ലാവർക്കും ഉണ്ടായിരിക്കും. ഇതിൽ നിന്ന് നമ്മൾ മറികടക്കണമെങ്കിൽ ഭഗവാനെ ശരണം പ്രാപിക്കണം. അതാണ് കൃഷ്ണ കൃഷ്ണ മഹാബാഹോ ഭക്താനാം അഭയങ്കര ത്വമേക്കോ ദഹ്യമാനണ അപവർഗോസി സംശയം. ആർക്കാണ് അപവർഗം കിട്ടുക? അങ്ങനത്തെ ആൾക്കാർക്ക്. അപവർഗം എന്ന് പറഞ്ഞാൽ ലിബറേഷൻ. ഈ പരിശ്രമത്തിൽ നിന്നും ഫേന, ബന്ധനം, ഭയം, മൃത്യുവിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുമ്പോൾ അതെന്താണ്? അപവർഗം. അപവർഗം, അത് ലിബറേഷൻ, മുക്തി. ഈ സംസാര സാഗരത്തിൽ നിന്നും ഭൗതിക സാഗരത്തിൽ നിന്നും നമുക്ക് മുക്തി കിട്ടുന്ന അവസ്ഥയാണ് എന്താ പറയുന്നത്? അപവർഗം, ലിബറേഷൻ, മുക്തി എന്ന് പറയുന്നത്. അപ്പൊ ഭഗവാൻ കൃഷ്ണൻ ഭഗവാനെ എങ്ങനെയാണ് ഗ്ലോറിഫൈ ചെയ്യുന്നത്? ഇപ്പൊ തൻ്റെ ഭക്തന്മാർക്ക് അഭയം കൊടുക്കുന്നു. ആ തൻ്റെ ഭക്തന്മാർക്ക് ഈ സംസാര സാഗരത്തിൽ നിന്ന് മുക്തി കൊടുക്കുന്നു. അതന്നെ ഇവിടെ ആര് പറയുന്നത്? കുലശേഖര ആൾവാർ പറയുന്നത്. അതായത് അൺലിമിറ്റഡ് ആൻഡ് ഇൻഫാലിബിൾ വിഷ്ണു ഹു ഇസ് ഓൾവേസ് പ്രസന്റ് വിത്തിൻ ദ ലോട്ടസ് ഫീറ്റ്, വിത്തിൻ ദ ലോട്ടസ് ഓഫ് ഹാർട്ട്, ഗ്രാൻഡ്സ് ഫിയർലെസ്നെസ് ടു ദോസ് ഹു ഫിക്സ് ദയർ ഇന്റലിജൻസ് അപ്പോൺ ഹിം. അതായത് ടു ദോസ്, ആർക്ക്? എല്ലാവർക്കും കൊടുക്കില്ല. തൻ്റെ മനസ്സും ബുദ്ധിയും ഭഗവാനെ ധ്യാനിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ആര് ജീവിക്കുന്നുവോ, ഭഗവാനെ ആര് പൂർണ്ണ സമർപ്പണം ചെയ്യുന്നുവോ, ആര് പൂർണ്ണമായിട്ട് ആശ്രയിക്കുന്നുവോ, അങ്ങനെയുള്ള ശുദ്ധ ഭക്തന്മാർക്ക്, the devotees who meditate on him will reach the supreme perfection of the Vaishnavas. പെർഫെക്റ്റ് വൈഷ്ണവാസമായിരുന്നു. ആ പെർഫെക്ഷൻ കിട്ടും ഒരു വൈഷ്ണവന്റെ. ഇപ്പം നമ്മളെല്ലാം വൈഷ്ണവന്റെ ആചാരം ചെയ്യുന്നുണ്ടെങ്കിലും വൈഷ്ണവന്മാരായിട്ടില്ല. ആയിട്ടുണ്ടോ? വൈഷ്ണവന്മാര് ചെയ്യുന്ന ആചാരം നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു, ആസ്പയറിങ്. നമ്മൾ ഡിവോട്ടീസ്, പൊതുവെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിവോട്ടീസ് പറയുന്നെങ്കിലും നമ്മളെല്ലാം ആസ്പയറിങ് ഡിവോട്ടിയാണ്. പൂർണ്ണമായിട്ടും ശുദ്ധമായിട്ടുള്ള ഒരു പ്യൂർ ഡിവോട്ടി ആയി തീർന്നിട്ടില്ല. ഇവിടെ ആ പെർഫെക്ഷൻ ഓഫ് വൈഷ്ണവ എന്ന് പറഞ്ഞാൽ ആ വൈഷ്ണവന്മാരുടെ ആ ക്വാളിറ്റി, വൈഷ്ണവന്മാരുടെ ഗുണം നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ, പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും ഭഗവാനെ നമ്മൾ ധ്യാനിക്കണം, മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും. പിന്നെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നിർദ്ദേശിച്ച പ്രകാരം നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. നമ്മളുടെ ഇന്ദ്രിയ തൃപ്തി അല്ല അവിടെ നോക്കേണ്ടത്. ഇന്ദ്രിയ തൃപ്തി വേറെ പലതും ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ ജിഹ്വ, നാവ് പല സ്വാദിഷ്ടമുള്ള വ്യഞ്ജനങ്ങളും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും കഴിക്കാൻ. അതേപോലെ ചെവി, കണ്ണ്, നാസിക, ത്വക്ക്, ഇതെല്ലാം വ്യത്യസ്തമായിട്ടുള്ള ആഹാരങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. അതെല്ലാം എന്താണ്? അതെല്ലാം തൻ്റെ ഇന്ദ്രിയ ഭോഗത്തിന് വേണ്ടിയിട്ടായിരിക്കും. പക്ഷെ അതിനു പകരം ഭഗവാന്റെ കഥകൾ കേൾക്കാൻ, ഭഗവാന്റെ നാമം ജപിക്കാൻ, ഭഗവാനെ ആരാധിക്കാൻ, അങ്ങനെ നമ്മൾ എല്ലാം ആക്ടിവിറ്റീസിനെയും ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ അഭയം എന്നുള്ള തലത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. നമ്മുടെ കുലശേഖർ ആൾവാർ പറയുന്നത് ഫിയർഫുൾനെസ്. നമുക്കെല്ലാം ഇപ്പോൾ പേടിയാണ്. കാരണം നമ്മളുടെ കഴിവിനെ ആശ്രയിച്ചിട്ടാണ് ജീവിക്കുന്നത്. നമ്മളുടെ ബലം, നമ്മളുടെ ശക്തി, മസിൽ പവർ, മണി പവർ, ഇൻഫ്ലുവൻസ് പവർ, പൊളിറ്റിക്കൽ പവർ, ഇതെല്ലാം നമ്മളുടെ പവറാണ്. ഇപ്പോൾ നമുക്ക് നല്ല നല്ല കുടുംബാംഗങ്ങളുണ്ട്, എന്ത് ചെയ്തു തരാനുള്ള കഴിവുള്ള ആൾക്കാരുണ്ട് എന്ന ഒരു ഭാവത്തിലാണ് നമ്മളിപ്പോഴും പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിച്ചിട്ടല്ല ജീവിക്കുന്നത്. നമ്മൾ നമ്മുടെ ധനത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്നു, അല്ലേ? നമ്മൾക്ക് നാളെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാൻ LIC, ലൈഫ് ഇൻഷുറൻസ്, മറ്റേ ഇൻഷുറൻസ്, ഈ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്ന എന്താണ്? ഈ പേടി കൊണ്ടാണ്. പ്രൊട്ടക്ഷൻ. ഈ പേടി കൊണ്ടാണ്. ഏതെങ്കിലും ഒരു സന്യാസിയോ ഒരു ബ്രഹ്മചാരി തൻ്റെ ലൈഫ് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടോ? എടുക്കുമോ? ഇല്ല. കാരണം ചിലവർക്ക് ഭയമില്ല. നമുക്കാണ് ഭയം. നാളെ എഡ്യൂക്കേഷൻ ഇൻഷുറൻസ്, മാരേജ് ഇൻഷുറൻസ്, റിട്ടയർമെന്റ് ഇൻഷുറൻസ്, അങ്ങനെ എന്തെല്ലാം ടൈപ്പ് ഇൻഷുറൻസ് എല്ലാം നമ്മൾ എടുക്കുന്ന കാരണം നമുക്ക് ഭയമാണ്. അതായത് ഇതെല്ലാമാണ് നമ്മളെ പ്രൊട്ടക്റ്റ് എന്നുള്ള ഒരു ധാരണ, തെറ്റിദ്ധാരണ.
പക്ഷെ നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഒന്നല്ല, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഭഗവാൻ മാത്രമേ ഉള്ളൂ. ആ ഭഗവാൻ മാത്രമേ നമ്മൾക്ക് ശരിക്കും പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റൂ. അഥവാ നമ്മൾ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിൽ ഞാനാണത് പ്രൊട്ടക്ട് ചെയ്യുന്നത്, എൻ്റെ ഭാര്യയെ, എൻ്റെ ഭർത്താവിനെ, എൻ്റെ മക്കളെ, അല്ലെങ്കിൽ എൻ്റെ ജോലിയെ, ഇതെല്ലാം ഞാനാണ് പ്രൊട്ടക്ട് ചെയ്യുന്നുള്ള ആ ഒരു വിചാരം വന്നാൽ അപ്പം പോയി നമ്മുടെ കാര്യം. നമ്മളൊരു നിമിത്തമാകുമെന്ന് മാത്രമേ ഉള്ളൂ. പൂർണ്ണമായിട്ടും നമ്മളല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്. നമ്മൾ ചെയ്യേണ്ട കടമ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യണം. അതുകൊണ്ട് നമ്മൾ ഓടിപ്പോകാൻ പാടില്ല. അയ്യോ ഇതെല്ലാം ഭഗവാനാണ്, അപ്പോൾ ഭഗവാൻ വിട്ടുകൊടുത്തിട്ട് മിണ്ടാതിരിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ ചെയ്യേണ്ട കടമ നമ്മൾ ചെയ്യും. പക്ഷെ അതേസമയം തന്നെ നമുക്ക് ആ മനസ്സിൽ നല്ല ബോധം ഉണ്ടായിരിക്കണം, ഞാൻ വെറും നിമിത്തം മാത്രമാണ്, ഇതെല്ലാം ചെയ്യുന്നത് ഭഗവാന്റെ കൃപ കൊണ്ടാണ്. ആ ഒരു ബോധം വേണം. അപ്പോൾ അതാണ് നമ്മുടെ ഇൻ്റലിജൻസും മൈൻഡും ഭഗവാനെ പൂർണ്ണമായിട്ടും ധ്യാനിച്ച് ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ശരണം പൂർണ്ണമായിട്ടും സമർപ്പണ ഭാവത്തോടെ അദ്ദേഹത്തിൻ്റെ നിർദ്ദേശമനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അഭയം കിട്ടും. ഇതാണ് കുലശേഖര ആൾക്കാർ പറയുന്നത് ഇവിടെ. So King Kulashekara has previously spoken of perfections we can attain by using our mind and senses in the service of the Supreme Lord. Now he specifies that the ultimate perfection is Siddhim Vaishnavim, supreme perfection of the Vaishnavas. അപ്പോൾ ഇതിനു മുമ്പ് കുലശേഖര ആൾവാർ പറഞ്ഞിരിക്കുന്നത് എന്താണ്? നമുക്ക് പെർഫെക്ഷൻ, ആ പക്വതയിലേക്ക് എത്താൻ പറ്റും, പൂർണ്ണമായിട്ടുള്ള പക്വതയിലേക്ക് എത്താൻ പറ്റും. എങ്ങനെ? നമ്മളുടെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നമ്മളുടെ വശത്ത് കൊടുന്ന് അതിനെ ഭഗവാന്റെ പ്രീതിക്ക് ഉപയോഗിക്കുമ്പോൾ ആണ് ഇൻ ദ സർവീസ് ഓഫ് ദ സുപ്രീം ലോർഡ്. നമ്മൾ സ്വതവേ നമ്മളുടെ മനസ്സും ഇന്ദ്രിയങ്ങളെല്ലാം നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്ക് വേണ്ടി ഉപയോഗിക്കുന്നു. അപ്പോൾ ഓരോ ആക്ടിവിറ്റിയും നമ്മൾ എന്ത് ചെയ്യണം? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ഡൗട്ടൈൽ ചെയ്യണം, അല്ലേ? ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാൻ നമ്മളുടെ ഗ്രന്ഥങ്ങളുടെ, ശാസ്ത്ര ഗ്രന്ഥങ്ങളുടെ എങ്ങനെ പ്രതിപാദിച്ചിട്ടുണ്ടോ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഹരേ കൃഷ്ണ. മിസ്റ്റേക്ക് അറിയില്ല, കേൾക്കുന്നില്ലേ? ഇപ്പൊ ഓക്കെ. നേരത്തെ പെട്ടെന്ന് കുറച്ച് സൗണ്ട് പോയിരുന്നു. ഓക്കെ. അപ്പോൾ എങ്ങനെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ഉപയോഗിക്കണം, അത് അപ്പോൾ ഓരോ ആക്ടിവിറ്റിയും നമുക്ക് ഭഗവാന് വേണ്ടി ഡൗട്ടൈൽ ചെയ്യണം, സ്പിരിച്വലൈസ് ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും, പ്രതിദിനം ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും ഡൗട്ടൈൽ ചെയ്യുക ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട്. അതേ കർമ്മങ്ങൾ ചെയ്താൽ മതി, ഒന്നും ഒരു വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണ് ഇപ്പോൾ ചെയ്യുന്നത്? ഒരു ഗൃഹസ്ഥാശ്രമത്തിൽ ജീവിക്കുന്ന വ്യക്തി ഗൃഹസ്ഥാശ്രമത്തിൽ നിന്നുകൊണ്ട് തന്നെ ഭഗവാന്റെ പ്രീതിക്കുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ വീട്ടിൽ ജോലി ചെയ്യുന്നു, ഓഫീസിൽ പോകുന്നു, മക്കളെ വളർത്തുന്നു, ഇതെല്ലാം ഭഗവാന് വേണ്ടി ചെയ്യുന്നു. ഒരു ചെറിയൊരു ഷിഫ്റ്റ്, ഒരു പാരഡൈം ഷിഫ്റ്റ് അത്രേ വേണ്ടൂ. നമ്മളുടെ ഭോഗത്തിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഇന്ദ്രിയഭോഗത്തിനല്ല ചെയ്യുന്നതെല്ലാം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാണെന്നുള്ള ഒരു ഷിഫ്റ്റ് മാത്രമേ ആവശ്യമുള്ളൂ. കാരണം നമ്മൾ ഓഫീസിൽ പോകണമെന്ന് അത് നിർത്തേണ്ട ആവശ്യമില്ല, വീട്ടിൽ കാര്യങ്ങൾ ചെയ്യുന്നത് നിർത്തേണ്ട ആവശ്യമില്ല. എന്താണോ നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്, ധർമ്മത്തിനനുസരിച്ച് എങ്ങനെ ജീവിക്കണം, അത് ഫോളോ ചെയ്തിട്ട് നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതേ പ്രകാരം ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഭഗവാനെ പൂർണ്ണമായിട്ടും സമർപ്പണ ഭാവത്തോട് ചെയ്യാൻ പറ്റും എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പോൾ മൈൻഡ് ആൻഡ് സെൻസസ് ഇൻ ദ സർവീസ് ഓഫ് സുപ്രീം ലോർഡ്. നൗ ഹി സ്പെസിഫൈസ് ദാറ്റ് ദ അൾട്ടിമേറ്റ് പെർഫെക്ഷൻ ഇസ് സിദ്ധി വൈഷ്ണവം. അതായത് അൾട്ടിമേറ്റ് പെർഫെക്ഷൻ എങ്ങനെ വരാന്ന് പറഞ്ഞാൽ വൈഷ്ണവന്മാരുടെ ആ തലത്തിലേക്ക് വരുമ്പോൾ, ദ സുപ്രീം പെർഫെക്ഷൻ ഓഫ് ദ വൈഷ്ണവാസ്. He specified that the ultimate perfection is Siddhim Vaishnavi, supreme perfection of the. എന്താണ് സുപ്രീം പെർഫെക്ഷൻ ഓഫ് വൈഷ്ണവാസ്? നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഭഗവാനാണ് എല്ലാം. ഹി ഈസ് ദ ഡൂവർ, ഹി ഈസ് ദ പ്രൊപ്പറേറ്റർ, ഹി ഈസ് ദ കൺട്രോളർ, ഹി ഈസ് ദ മാസ്റ്റർ, ഹി ഈസ് ദ എൻജോയർ. ഇതായിരിക്കണം നമ്മുടെ മനസ്സിൽ. നമ്മൾ ഇപ്പോൾ തൽക്കാലത്തിൽ നമ്മൾ എന്താണ്? ഐ ആം ദ ഡൂവർ, ഐ ആം ദ എൻജോയർ, ഐ ആം ദ മാസ്റ്റർ, ഐ ആം ദ കൺട്രോളർ, അല്ലേ? ഇതാണ് നമ്മളുടെ മനസ്സിലിപ്പോൾ. അത് മാറ്റിയിട്ട് ഭഗവാനെ അവിടെ സ്ഥാപിക്കണം. അതാണ് പെർഫെക്ഷൻ ഓഫ് വൈഷ്ണവാസ്. സോ ഓൾ വൈഷ്ണവാസ് ആർ റൈറ്റ്ലി സിറ്റുവേറ്റഡ്, ബട്ട് ഈവൻ എമംഗ് ഡിവോട്ടീസ് ദർ ആർ പ്രോഗ്രസീവ് സ്റ്റേറ്റ്സ്. ഇപ്പം നമ്മൾ പറയണം, അതായത് ഭക്തന്മാരുടെ ഇടയിലും ആ കൂട്ടത്തിലും പ്രോഗ്രസീവ് സ്റ്റേജ്, നമ്മളെല്ലാം പ്രോഗ്രസീവ് ചെയ്യാണ്. ഓരോ ദിനം പ്രതി നമ്മൾ ഇങ്ങനെ പ്രോഗ്രസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. വൈഷ്ണവന്മാർ റൈറ്റ്ലി സിറ്റുവേറ്റഡ്, ദേ ആർ പെർഫെക്റ്റഡ്.
എല്ലാ വൈഷ്ണവന്മാരും പെർഫെക്ഷൻ കിട്ടിയിട്ടുള്ള ആൾക്കാർ. പക്ഷെ ബാക്കിയുള്ള ബട്ട് ഈവൻ എമംഗ് ഡിവോട്ടീസ് ദർ ആർ പ്രോഗ്രസീവ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഒരു ഡിവോട്ടി പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഗ്രേഡേഷൻ ഉണ്ടായിരിക്കും. നിയോഫൈറ്റ് ഉണ്ടായിരിക്കും, തുടക്കക്കാരുണ്ടായിരിക്കും, ഓക്കെ, കുറച്ച് അഡ്വാൻസ്ഡ് ആയിരിക്കും, കുറച്ചും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിരിക്കും, ഫുള്ളി അഡ്വാൻസ്ഡ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ വൈഷ്ണവന്മാർ പറഞ്ഞാൽ എല്ലാവരും ഒരേ കാറ്റഗറിയിലല്ല. ഇപ്പം നമ്മളെയൊക്കെ പൊതുവെ നമ്മൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ ആ ഡിവോട്ടി ഇത്ര ഡിവോട്ടീസ് വന്നു, പ്രോഗ്രാം ഇന്നലെ നടത്തി, ഓക്കെ, 200 ഡിവോട്ടീസ് വന്നു. അപ്പം അതിലെന്താ നമ്മൾ വിചാരിക്കുക? ആ ഡിവോട്ടീസ് ഏത് കാറ്റഗറിയിൽ പെടും? പല കാറ്റഗറിയിൽ ഡിവോട്ടീസ് ഉണ്ടായിരിക്കും അല്ലേ? ആദ്യമായിട്ട് വരുന്ന ഡിവോട്ടീസ് ആയിരിക്കും, അവരെ നമ്മൾ ഫസ്റ്റ് ടൈം ആയിരിക്കും ഇങ്ങനെ പ്രോഗ്രാം വരുന്നത്, അവരെ നമ്മൾ ഡിവോട്ടിയാണ് അഡ്രസ്സ് ചെയ്യുന്നത്. കുറേ കാലമായിട്ട് ഇത് പരിശീലിച്ച് പൂർണ്ണമായിട്ടും ഒരു വൈഷ്ണവൻ്റെ ആ സ്റ്റേറ്റിലെത്തിയ ഡിവോട്ടി ഉണ്ടായിരിക്കും. 10%, 20%, 30%, അങ്ങനെ ഡിഫറെൻറ്റ് വേരിയൻ ഡിഗ്രീസിൽ പെർഫെക്ഷൻ കിട്ടിയിട്ടുള്ള ഡിവോട്ടീസ് ഉണ്ടായിരിക്കും. അതാണ് പറയുന്നത് ഓൾ വൈഷ്ണവാസ് റൈറ്റ്ലി സിറ്റഡ് ബട്ട് ഈവൺ എമംഗ് ഡിവോട്ടീസ് ദർ ആർ പ്രോഗ്രസീവ് സ്റ്റേറ്റ്സ്. അപ്പം നമ്മളൊക്കെ ആ പ്രോഗ്രസീവ് പാത്തിലാണ്. In the Nectar of Devotion, Srila Prabhupada summarizes the characteristics of 3 classes of devotees. ഏതൊക്കെയാണ് 3 classes of devotees? കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. Very good. കനിഷ്ഠാധികാരി, മധ്യമാധികാരി, ഉത്തമാധികാരി. The third class devotee is one whose faith is not strong and who at the same time does not recognize the decision of the revealed scriptures. കനിഷ്ഠ തുടക്കക്കാര്, ഓക്കെ, അവരുടെ ആ ഫെയ്ത്ത് സ്ട്രോങ് അല്ല. അവരെക്കാട്ടിലും ഉയർന്ന കുറച്ച് അറിവോ അല്ലെങ്കിൽ കഴിവോ സ്വാധീനമുള്ള ആൾക്കാർ വന്നിട്ട് അവരോട് ഡിബേറ്റ് ചെയ്താൽ അവരുടെ ആ ഫെയ്ത്ത് അപ്പം തന്നെ മാറും അല്ലേ? പറയാണ്, ഇപ്പൊ എന്നോട് വന്ന് പറയാണ് ശ്രീകൃഷ്ണനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. യെസ്, ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ കുറച്ചും കൂടി വാക്ചാതുര്യമുള്ള ഒരാൾ വന്നിട്ട് എന്നോട് പറയാണ്, അല്ല, ഈ ബാബയാണ്, ഈ ഗ്രാമത്തിലൊരു ബാബയുണ്ട്, ഒരുപാട് സിദ്ധികളുണ്ട്, അതും ഇതൊക്കെ കാണിക്കുന്നുണ്ട്, ഒരുപാട് ജാലവിദ്യകൾ കാണിക്കുന്നുണ്ട്, ആ ബാബയാണ് പൂർണ്ണ പുരുഷോത്തം ഭഗവാൻ. അതെ, എന്നാൽ നമുക്ക് പോവാലോ. പോയിട്ട് കാണുമ്പോൾ ഞാൻ എൻ്റെ ഫെയ്ത്ത് കൃഷ്ണ ഭഗവാനിൽ നിന്നും ആ ബാബയിലേക്ക് പോയി. കാരണം എന്താ? എൻ്റെ ആ ഫെയ്ത്ത് പറഞ്ഞാൽ കനിഷ്ഠ ലെവലിലാണ്. അപ്പം അതുകൊണ്ട് സ്ക്രിപ്റ്റേഴ്സിനെ നമ്മൾ ആധാരമാക്കുന്നില്ല. കാരണം സ്ക്രിപ്റ്റേഴ്സിലുള്ള ആ നോളജ് ജ്ഞാനം നമുക്കില്ല. ഓരോരുത്തർ പറയുന്നു, അത് കേൾക്കുന്നു, അത് വിശ്വസിക്കുന്നു. അപ്പം നമ്മളെക്കാട്ടിലും കുറച്ച് അറിവോ കഴിവോ അങ്ങനെയുള്ള ആൾക്കാർ വന്ന് നമ്മളെ ഇൻഫ്ലുവൻസിലുള്ള ആൾക്കാർ വന്ന് നമുക്ക് കംപ്ലീറ്റ് മാറ്റാൻ പറ്റും. അതാണ് പറയുന്നത് അങ്ങനത്തെ ആൾക്കാരുടെ കനിഷ്ഠാധികാരി. ഇവിടെ പറയുന്നത് at the same time does not recognize the decision of the revealed scriptures. അപ്പോൾ ശാസ്ത്രത്തിൽ എന്താ പറഞ്ഞത്? അതല്ല, വേറെ എന്താ പറയുക, കുറച്ച് മാജിക്സ് കാണിക്കുന്നതും അങ്ങനെയുള്ള ആൾക്കാരുടെ ആ ഒരു അതിശയ ഭക്തി എന്ന് പറയുന്നില്ലേ, അവർക്ക് ഭക്തിയുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ സം സൂപ്പർ പവർ ഇസ് ദർ, ആ ഒരു തലത്തേക്ക് വളർന്നുണ്ട്. പക്ഷെ ആ ഫെയ്ത്ത് ഫ്ലിക്കറിങ് ഫെയ്ത്താണ്, എപ്പോൾ വേണമെങ്കിലും മാറാം. അപ്പോൾ അതുകൊണ്ട് ശാസ്ത്രത്തിൽ അവർക്ക് നിപുണത ഇല്ലാത്തതുകൊണ്ട് അവർ അതിനെ വകവയ്ക്കില്ല. തന്നെക്കാളും കൂടുതൽ അറിവുള്ള ഒരാൾ പറയുമ്പോൾ അതിനെ മാനിക്കുന്നു. സെക്കൻഡ് ക്ലാസ് ഡിവോട്ടി മെ നോട്ട് ബി എക്സ്പേർട്ട് ഇൻ ആർഗ്യൂയിങ് ഓൺ ദ ബേസിസ് ഓഫ് സ്ക്രിപ്ചർ ബട്ട് ഹി ഹാസ് ഫേം ഫെയ്ത്ത് ഇൻ ദ ഒബ്ജക്റ്റീവ്. രണ്ടാമത്തെ മധ്യമാധികാരി ആ കംപ്ലീറ്റ് എക്സ്പേർട്ട് ആയിരിക്കില്ല ശാസ്ത്രത്തിൽ, പക്ഷേ ഫേം ഫെയ്ത്ത് ഉണ്ട് ഭഗവാനിലും സ്ക്രിപ്റ്റേഴ്സിനും. അവർക്ക് ഒരാളെ ആർഗ്യൂ ചെയ്തിട്ട് ചിലപ്പോൾ തോൽപ്പിക്കാൻ പറ്റിയെന്ന് വരില്ല, അതിന് തന്നെക്കാളും കൂടുതൽ അറിവുള്ള ആൾക്കാരെ. പക്ഷേ എന്താണ്, പതറില്ല. ഭഗവാൻ കൃഷ്ണനാണ് സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്. ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഫിലോസഫി, അതാണ് തത്വം. ഈ കാര്യങ്ങളിൽ നമുക്ക് യാതൊരു ചലനവും ഉണ്ടായിരിക്കില്ല. നമ്മൾ അതിന് മാറില്ല, അടി പതറില്ല. ഫേം ഫെയ്ത്ത് ഇൻ ദ ഒബ്ജക്റ്റീവ്.
അപ്പം എന്താണ്, നമുക്ക് ഭഗവത് പ്രാപ്തി കിട്ടണം, ഭഗവത് പ്രേമം കിട്ടണം എന്നുള്ള ആ ലക്ഷ്യത്തിൽ നിന്ന് നമ്മൾ പതറില്ല. സെക്കൻഡ് ക്ലാസ് ഡിവോട്ടി ഒരാളെ ഡിബേറ്റിൽ നമുക്ക് തോൽപ്പിക്കാൻ പറ്റുമായിരിക്കില്ല, അത് വേറെ കാര്യം. പക്ഷെ അദ്ദേഹത്തിന്റെ വിശ്വാസം, ദൃഢമായിട്ടുള്ള വിശ്വാസം, ഭഗവാൻ കൃഷ്ണനാണ് ഈ പ്രപഞ്ചനാഥൻ, ഈ പ്രപഞ്ചത്തിന്റെ മാസ്റ്റർ, ഈ വിശ്വാസത്തിൽ നിന്ന് അവര് മാറില്ല. ആൻഡ് ദ ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടി ഈസ് വൺ ഹു ഈസ് വെരി എക്സ്പേർട്ട് in the study of the explanation of the scriptures and at the same time has strong faith. അപ്പം മൂന്നാമത്തെ, അതായത് ഹയസ്റ്റ് ക്ലാസ്, തേർഡ് ക്ലാസ് ഡിവോട്ടി. തേർഡ് ക്ലാസ് അല്ല, ഫസ്റ്റ് ക്ലാസ്. തേർഡ് ക്ലാസ് ലോവസ്റ്റ് ആണ്. ഫസ്റ്റ് ക്ലാസ് ഡിവോട്ടി അതായത് ഉത്തമാധികാരി, വളരെ എക്സ്പെർട്ട് ആയിരിക്കും വേദങ്ങളിലും മറ്റ് ശാസ്ത്രങ്ങളിലും. അപ്പൊ അതിന്റെ ആധാരത്തിൽ ആരെയും ഡിബേറ്റ് ചെയ്തിട്ട് തോൽപ്പിക്കാനുള്ള കഴിവുണ്ടായിരിക്കും. അതുകൊണ്ട് അദ്ദേഹത്തിന് വളരെ സ്ട്രോങ് ആയിരിക്കും ഫെയ്ത്ത്. പറഞ്ഞില്ലേ, ആന വന്ന് പിടിച്ച് കുളിക്കാനും കുലുങ്ങില്ല എന്ന് പറയുന്നില്ലേ, അതേപോലെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ ഫെയ്ത്ത്. അപ്പോൾ ഡിഫറെൻറ്റ് ക്ലാസ്സസ്, പ്രോഗ്രസീവ് സ്റ്റേറ്റ്സ് ആണ് ഇവിടെ പറയുന്നത്, കനിഷ്ഠ, മധ്യമ ആൻഡ് ഉത്തമാധികാരികൾ. അപ്പോൾ ഇവിടെ ആ ഉത്തമാധികാരിയുടെ ലെവലിലാണ് ഇവിടെ പറയുന്നത് എന്താണ്, പെർഫെക്ഷൻ ഓഫ് വൈഷ്ണവാസ്. ആ പെർഫെക്ഷൻ ഓഫ് വൈഷ്ണവ എന്ന് പറഞ്ഞാൽ ഉത്തമാധികാരി തലത്തിലെത്തുക എന്നുള്ളതാണ്. സോ ഫോർ ദ മോസ്റ്റ് പാർട്ട് the third class devotee, known as Kanishtadhikari, has faith in the deity in the temple and worship the Lord there. അപ്പോൾ ക്ഷേത്രത്തിന് മാത്രം ഡെയിറ്റി ഉള്ളൂ, ബാക്കി എവിടെയും ആയത് ഭഗവാൻ ഉള്ളൂ, ബാക്കി എവിടെയും ഭഗവാൻ ഇല്ല. ക്ഷേത്രത്തിൽ പോയാൽ മാത്രമേ ഭഗവാനെ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ആ തലത്തിലാണ് കനിഷ്ഠാധികാരി. ബട്ട് ദ കനിഷ്ഠാധികാരി ഈസ് യൂഷ്വലി unable to appreciate other devotees or the presence of the Lord in everyone's heart. അവർ മറ്റുള്ള ഭക്തന്മാരെ അപ്രീഷിയേറ്റ് ചെയ്യില്ല, അവർ സ്വീകരിക്കില്ല, അവരുടെ അവരുടെ പ്രിൻസിപ്പിൾസിനോട് ചിലപ്പോൾ യോജിക്കില്ല. ഇതൊക്കെ വരും. കാരണം അവർ വിചാരിക്കുന്നത് ഭഗവാൻ അമ്പലത്തിലോ ക്ഷേത്രത്തിലോ മാത്രമേ ഉള്ളൂ, എല്ലാവരുടെ ഹൃദയത്തിലും ഭഗവാൻ കുടികൊള്ളുന്ന കാര്യം അവർക്കറിയില്ല. അപ്പം നമ്മൾ ഒരാളെ നമിക്കുമ്പോൾ ആ മറ്റുള്ള വ്യക്തിയിലെ ആ പരമാത്മാവിനെ നമിക്കുന്നത്. ഓക്കെ, അതേപോലെ ജീവാത്മാവിനെ എന്ത് നമിക്കുന്ന ആ പരമാത്മാവിൻ്റെ അംശമാകുന്നതാണ് അവരെ നമിക്കുന്നത്. ആത്മാവാണ് അല്ലെ, ഒന്ന് പരമാത്മാവ്, ഒന്ന് ജീവാത്മാവ്, രണ്ടും ഒരേ ക്വാളിറ്റിയാണ്, സച്ചിദാനന്ദമാണ്. അതുകൊണ്ട് ആ ശരീരത്തല്ല നമ്മൾ നമിക്കുന്നത്. ശരീരം നശ്വരമാണ്, മറ്റത് അനശ്വരമാണ് അല്ലെ. അപ്പം നമസ്തേ എന്ന് പറയുമ്പോൾ നമ്മൾ ആരെയാണ്, ആ ദേഹത്തിൽ കുടികൊള്ളുന്ന സ്പിരിറ്റിനെയാണ്. അപ്പൊ അതാണ് ഇവിടെ പറയുന്നത്. The presence of the Lord in everyone's heart. അതായത് കനിഷ്ഠാധികാരി കാണില്ല. Nevertheless, even the third class Vaishnava is considered highly elevated എന്ന് പറയുന്നത്. Nevertheless, even the third class Vaishnava is considered highly. എന്തുകൊണ്ടാണ് എന്ന് പറയുന്നത്? വിശ്വാസം ദൃഢമാണ്. ഭഗവാനിലെ വിശ്വാസം ജാഗ്രത്, അവൈക്കൻ്റായി, അതന്നെ വലിയ കാര്യമാണ്. ഭഗവാനിൽ വിശ്വാസം വരിക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. എത്ര ആൾക്കാർക്ക് ആ വിശ്വാസം ഇല്ല? എല്ലാവർക്കും അവനവൻ്റെ കഴിവിലും ഭഗവാൻ ഇല്ല എന്ന് പറയാനൊക്കെ വിശ്വാസം, അവിശ്വാസികളാണ്. അറ്റ്ലീസ്റ്റ് ഭഗവാൻ ഉണ്ട് എന്നുള്ള വിശ്വാസം വരിക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. അതുകൊണ്ട് അവരെ ഗ്രേറ്റ് ആയിട്ട് കാണണം എന്നാണ് പറയുന്നത്. ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ്പുരിയുള്ള സമയത്ത് കുലീന ഗ്രാമത്തിൽ നിന്ന് കുറച്ച് ഡിവോട്ടീസ് വരുന്നുണ്ടായി. അപ്പോൾ ആദ്യത്തെ വർഷം സാധാരണ ഈ ജഗന്നാഥ്പുരിയിൽ എപ്പോഴാണ് വരിക, ജഗന്നാഥ് രഥയാത്രയുടെ സമയത്താണ്. ഒരു 4 മാസം എല്ലാ ഡിവോട്ടീസും വരും. കുലീന ഗ്രാമത്തിൽ നിന്ന് വന്നുള്ള ഭക്തന്മാർ ചൈതന്യ മഹാപ്രഭുവിനോട് ചോദിച്ചു, ആരാണ് ഒരു വൈഷ്ണവൻ? അപ്പൊ ചൈതന്യ മഹാപ്രഭു പറഞ്ഞു, കൃഷ്ണ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, അദ്ദേഹം വൈഷ്ണവനായി. കൃഷ്ണ എന്നുള്ള പേര്, ആ നാമം, ദിവ്യനാമം ഒരു പ്രാവശ്യം പറഞ്ഞാൽ മതി, അട്ടർ ചെയ്താൽ മതി, ഈസ് എ വൈഷ്ണവ.
പിന്നത്തെ കൊല്ലം വീണ്ടും വന്നപ്പോൾ ആരാണ് ഡിവോട്ടി, ആരാണ് വൈഷ്ണവൻ ചോദിച്ചു. വീണ്ടും അതേ ഭക്തന്മാര് ചൈതന്യ മഹാപ്രഭുവിനോട്, ആരാണോ സദാസമയം കൃഷ്ണനാമം ഉച്ചരിക്കുന്നത്, ഹീസ് എ വൈഷ്ണവ എന്ന് പറഞ്ഞു. എപ്പോഴും ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന് സദാസമയം ആരാണോ ഉച്ചരിക്കുന്നത്, ഉരുവിടുന്നത്, അവനാണ് വൈഷ്ണവൻ. മൂന്നാമത്തെ വർഷം പറഞ്ഞപ്പോൾ വീണ്ടും വന്നു ചോദിച്ചു ചൈതന്യ മഹാപ്രഭുവിനോട്, ആരാണ് വൈഷ്ണവൻ, ആരാണ് ഒരു ഡിവോട്ടി, ആരാണോ ഏതൊരാളെ കാണുമ്പോഴാണോ ഒരു വ്യക്തി ഒരു ഭക്തനായിട്ട് തീരുന്നത്, ആരുടെ സാന്നിധ്യത്തിലാണോ, ആരെ കാണുമ്പോഴാണോ ഒരു വ്യക്തി ഒരു ഭക്തനായിട്ട് തീരുന്നത്, ഹീസ് എ വൈഷ്ണവ. ഡിഫറെന്റ് സ്റ്റേജസ് അല്ലേ? ഒരു വ്യക്തിയെ കാണുമ്പോൾ, ആ വ്യക്തിയുടെ സ്വഭാവം കാണുമ്പോൾ, ആചരണം കാണുമ്പോൾ എനിക്ക് ഒരു ഭക്തി കിട്ടുക എന്ന് പറഞ്ഞാൽ ഈസ് എ റിയൽ വൈഷ്ണവ. അപ്പൊ 3 തലത്തിലുള്ള വൈഷ്ണവന്മാരെ ഇൻട്രൊഡ്യൂസ് ചെയ്തു 3 കൊല്ലത്തിൽ. മറ്റത് ആദ്യം പറഞ്ഞു കൃഷ്ണ എന്ന് ഒരു പ്രാവശ്യം പറഞ്ഞത് ഈസ് വൈഷ്ണവ, ഐ ഷുഡ് കൺസിഡർ ഹിം ആസ് വൈഷ്ണവ. ഒരു പ്രാവശ്യം കൃഷ്ണ എന്ന് പറഞ്ഞത്. പിന്നെ നിരന്തരമായിട്ട് ആരാണോ ഭഗവാന്റെ നാമം ഉച്ചരിക്കുന്നത് അദ്ദേഹത്തിന് വൈഷ്ണവമായിട്ട് കാണും. പിന്നെ ആരുടെ സാന്നിധ്യത്തിലാണോ ഒരു വ്യക്തി ഒരു ഭക്തനായിട്ട് തീരുന്നത്, അദ്ദേഹത്തിന്റെ ആചരണം സ്വഭാവം കൊണ്ട് ഒരു വ്യക്തി ഭക്തനായിട്ട് മാറുന്നത്, ഈസ് എ റിയൽ വൈഷ്ണവ. അപ്പോൾ ഹു ഈസ് എ ഉത്തമ അല്ലേ? സംസാരിക്കേണ്ട, യു ഹാവ് ടു പ്രീച്ച് വിത്തൗട്ട് സ്പീക്കിംഗ്. എന്താണ് അതിനർത്ഥം? യു ഹാവ് ടു പ്രീച്ച് വിത്തൗട്ട് സ്പീക്കിംഗ്. എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മുടെ ആചരണത്തിലൂടെ അല്ലേ? നമ്മൾ ആചരിക്കുമ്പോൾ നമ്മളെങ്ങനെ, നമ്മുടെ സ്വഭാവം എങ്ങനെ, നമ്മൾ എന്തെല്ലാം ആചരിക്കുന്നു, നമ്മൾ മറ്റുള്ളവരുടെ എങ്ങനെ ഇടപഴകുന്നു, ഇതിൽ നിന്ന് ഒരുപാട് ആൾക്കാർ പഠിക്കും. ഒന്നും ചെയ്യണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയാതെ തന്നെ നമ്മൾ പ്രീച്ച് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ വിതൗട്ട് സ്പീക്കിംഗ് വി ക്യാൻ പ്രീച്ച്. അപ്പോൾ നമ്മുടെ ആചാർ ദെൻ പ്രചാർ, ആചാർ പ്രചാർ എന്നാണ് പറയുന്നത്. സോ even the third class devotee who is not advanced in knowledge of the absolute truth but simply offers obeisances with great devotion, thinks of the Lord, sees the Lord in the temple and brings flowers and fruit to offer to the deity, becomes imperceptibly liberated. Bhagavatam 3.25-26 purport Prabhupada edinde. By dint of his attraction to the deities of Sri Radha Krishna or Lakshmi Narayana, the Kanishadhikari is in a transcendental position above those who are trying for liberation by speculation of or other method. Even അങ്ങനെ കനിഷ്ഠാധികാരികള് മറ്റുള്ള ട്രാൻസെൻഡന്റൽ ആൾക്കാരായിട്ട്, above those who are trying to liberation, മുക്തിക്കും ജ്ഞാനത്തിനും വില കൽപ്പിക്കുന്ന ആൾക്കാരെക്കാളും എത്രയോ മുമ്പിലാണ് അങ്ങനത്തെ കനിഷ്ഠാധികാരി. ഭഗവാനിൽ ശ്രദ്ധയുണ്ടാവുമ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഭുക്തി മുക്തി സിദ്ധി കാമി, ശകലാശാന്തി എന്ന് പറയുന്നത്. ഭുക്തി മുക്തി സിദ്ധി. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? ഭുക്തി എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻസ് എൻജോയ്മെന്റ് അല്ലേ? ഇന്ദ്രിയഭോഗം ഭുക്തി. മുക്തി പറഞ്ഞാൽ ലിബറേഷൻ. സിദ്ധി പറഞ്ഞാൽ അഷ്ടസിദ്ധികൾ. ഇത് കാമി എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്ന ആൾക്കാർ. ഇവരെല്ലാം അശാന്തി എന്ന് പറഞ്ഞാൽ അവർക്ക് ശാന്തി ലഭിക്കില്ല. കാരണം വെച്ചാൽ അവർക്ക് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളുണ്ട്. മുക്തി എങ്ങനെ ഭൗതിക തലത്തിലാവുന്നത്? ചൈതന്യ ചരിതാമൃതത്തിൽ ഭഗവാൻ പറയുന്നുണ്ട്, ഭുക്തി മുക്തി എന്താണ് പറയുന്നത്? കൃഷ്ണഭക്ത അതേവ ശാന്ത ഭുക്തി മുക്തി സിദ്ധി കാമി സകലി അശാന്തി. കൃഷ്ണഭക്ത അതേവ ശാന്ത. കൃഷ്ണഭക്തന്മാർ മാത്രമേ ഉള്ളൂ പീസ് ഓഫ് മൈൻഡ് ഉള്ളത്, സമാധാനം ഉള്ളത്. ബാക്കിയുള്ളത് ഭുക്തി മുക്തി സിദ്ധി കാമി സകലി അശാന്തി. ബാക്കി ഭുക്തി മുക്തി സിദ്ധി ഇവര് ആഗ്രഹിക്കുന്നത് മുഴുവൻ അശാന്തിയാണ്. അതിൽ മുക്തി, ഓക്കെ, ഭുക്തി നമുക്കറിയാം, സെൻസ് എൻജോയ്മെന്റ്. സിദ്ധി മെറ്റീരിയൽസ് ഓരോ സിദ്ധികൾ കിട്ടുന്ന വഴിയുടെ, അതും ചിലപ്പോൾ നമുക്ക്
നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് അശാന്തി ഉണ്ടായിരിക്കും. പക്ഷെ മുക്തി എങ്ങനെയാണ് അതിൽ കൂട്ടിയത്? ഭക്തർ മുക്തി വരെ ആഗ്രഹിക്കുന്നില്ല. ഡിവോട്ടീസ് മുക്തിക്കും കൂടി ആഗ്രഹിക്കില്ല. മുക്തി എന്ന് പറഞ്ഞാൽ അതും ഒരു സെൽഫിഷ്നെസ് ആണ്. ഭക്തന്മാരെന്താണ്? ഭക്തന്മാരുടെ വീടിന്റെ ഡോർ സ്റ്റെപ്പിൽ മുക്തി കയ്യും കൂപ്പി നിൽക്കുകയാണ്. ഞങ്ങൾ അകത്തേക്ക് വരട്ടെ, വേണ്ട, ഞങ്ങൾക്ക് മുക്തിയല്ല വേണ്ടത്, ഭക്തിയാണ് വേണ്ടത്. അതാണ് ഭക്തന്മാരുടേത്. ഭക്തി ഉണ്ടെങ്കിൽ മുക്തി ആൾറെഡി ഉണ്ടായില്ലേ. മുക്തിക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ പരിശ്രമിക്കേണ്ട ആവശ്യമില്ല. ഭക്തി ഈസ് ആൾറെഡി ഇൻക്ലൂഡഡ്. മുക്തി ഇൻ ഭക്തി, മുക്തി ഈസ് ആൾറെഡി ഇൻക്ലൂഡഡ്. മുക്തി അഗെയിൻ ഇറ്റ് ഇസ് സെൽഫിഷ്നെസ്, സെൽഫിഷ് ഇൻട്രസ്റ്റ് ആണ്. ഭക്തിയാണ് ഏറ്റവും ടോപ്പിൽ. അതാണ് മുക്തി. ഭുക്തി, മുക്തി, സിദ്ധി, കാമി, അശകല, അശാന്ത എന്ന് പറയും. അപ്പോ so who are trying for liberation by speculation and other methods. അപ്പോൾ ഭക്തി ഈവൻ ഇൻ ദ ബിഗിനിങ് സ്റ്റേജ് ദാറ്റ് ഈസ് ബെറ്റർ ദാൻ ഭുക്തി, മുക്തി, സിദ്ധി. സോ അതാണ് കനിഷ്ഠാധികാരി ഇവിടെ ആ കോണ്ടെക്സ്റ്റിൽ മനസ്സിലാക്കണം. കനിഷ്ഠാധികാരി ഈവൻ ദോ ദേ ആർ ഇനീഷ്യേറ്റ് ലെവലിൽ, ഇനീഷ്യേറ്റ് ഗ്രേഡിലാണ്, നിയോഫൈറ്റ് സ്റ്റേജിലാണ്, ബട്ട് സ്റ്റിൽ ദേ ആർ ബെറ്റർ. വൺ അഡ്വാൻസസ് ത്രൂ ദ സ്റ്റേജസ് ഓഫ് പെർഫെക്ഷൻ ബൈ അപ്ലൈയിങ് വൺ സെൽഫ് under the direction of the Guru, and everything depends on one's faith. അപ്പോൾ നമ്മളുടെ ആ പുരോഗതി എന്ന് പറയുന്നത്, ആധ്യാത്മിക തലത്തിലുള്ള പുരോഗതി എപ്പോഴാണ്? നമ്മളുടെ ഗുരുവിനെ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ, ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു പുരോഗതി ആധ്യാത്മിക തലത്തിൽ കിട്ടുള്ളൂ. In the Chaitanya Charitamrita Madhya Leela, Lord Chaitanya confirms this, explaining to Sanatana Goswami that one becomes qualified as a devotee on the elementary platform, the intermediate platform, and the highest platform of devotional service according to the devotional of one's Shraddha faith. അപ്പോൾ എന്താണ് എലിമെന്ററി പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ കനിഷ്ഠ, ഇന്റർമീഡിയറ്റ് പ്ലാറ്റ്ഫോം പറഞ്ഞാൽ മധ്യമ, ആൻഡ് ഹയസ്റ്റ് പ്ലാറ്റ്ഫോം പറഞ്ഞാൽ ഉത്തമ. ഇതെല്ലാം അവരുടെ ശ്രദ്ധയുടെ അടിസ്ഥാനത്തിലാണ്. ഫെയ്ത്ത്, ശ്രദ്ധ എന്ന് പറഞ്ഞാൽ ഫെയ്ത്ത് ഒരു ഈക്വലൻ വേർഡ് അല്ലെങ്കിലും കൂടിയിട്ട് ശ്രദ്ധ പറഞ്ഞ ഒരുപാട് ഇൻഡെപ്ത് മീനിങ് ഉണ്ട്. അതാ അപ്പോൾ ആ തലത്തിലുള്ള ആൾക്കാരെ പറ്റിയാണ് പറയുന്നത്, 3 തലത്തിലുള്ള ആൾക്കാരെ. സോ വൺ ഡസ് നോട്ട് അഡ്വാൻസ് ഇൻ ഡിവോഷണൽ സർവീസ് ആസ് വൺ ഡസ് ഇൻ ദ മെറ്റീരിയൽ വേൾഡ് ബൈ ക്ലൈംബിംഗ് അപ്പ് എ സോഷ്യൽ ladder or by working hard for economic development or by military strength. ഡിവോഷൻ സർവീസ്, ഭക്തിയില് നമ്മളുടെ ഭൗതിക ലോകത്തിൽ നമ്മളെങ്ങനെ അഡ്വാൻസ് ചെയ്യുന്നു, ഓക്കെ, അതുപോലെ നമുക്ക് ഭക്തിയിൽ വലുതിലും പോകാൻ പറ്റില്ല. ഓക്കെ, അത് എപ്പോഴാണ് കിട്ടുക? ഭഗവാന്റെയും ഭക്തന്മാരുടെയും അനുഗ്രഹം കൊണ്ടേ ഇത് കിട്ടുള്ളൂ. നമ്മളുടെ ശക്തി കൊണ്ട് ഭക്തി നേടാൻ പറ്റില്ല. ഭക്തി കിട്ടണമെങ്കിൽ ഭക്തന്മാരിൽ നിന്ന് മാത്രമേ കിട്ടുള്ളൂ. ഭക്തി ഭക്തന്മാരല്ലേ ഉള്ളൂ, അല്ലേ? ആരും ഷോപ്പിൽ പോയിട്ട് നമുക്ക് മേടിക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത് നമ്മൾ സ്വയം ശ്രമിച്ചിട്ടില്ല, സ്വയം പരിശ്രമിക്കണം. അതല്ല അതിൻ്റെ ഫലം തരുന്നത്. പക്ഷെ നമ്മൾ ഗുരുവിൻ്റെയും ഭഗവാന്റെയും അനുഗ്രഹത്തിലാണ് നമുക്കത് കിട്ടുന്നത്. അപ്പോൾ അതാണ് പറയുന്നത്, ബ്രഹ്മാണ്ട ഭ്രമിതേ കോന ഭാഗ്യവാൻ ജീവ് ഗുരുകൃഷ്ണ പ്രസാദേ പായ ഭക്തിലതാ ബീജ്. അപ്പൊ ഭക്തിലതയുടെ ബീജ്, ആ വിത്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഗുരുവിൻ്റെയും കൃഷ്ണന്റെയും പ്രസാദം വേണം, അനുഗ്രഹം വേണം. So rather one has to give up all material strengths and designations and become as humble as a blade of grass. Tranadapi sunichena, tarorapi sahishnunam, amanina manadena, kirtaniya sadari. അപ്പൊ ത്രണാദപി സുനി, ത്രണ എന്ന് പറഞ്ഞാൽ പുൽക്കൊടി അല്ലേ? അതിനേക്കാളും ഹമ്പിൾ ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ നമ്മുടെ സോ കോൾഡ് മെറ്റീരിയൽ സ്ട്രെങ്ത്തും ഈ വ്യത്യസ്തമായിട്ടുള്ള ഉപാധികളും, ഞാൻ ഡോക്ടറാണ്, ഞാൻ അക്കൗണ്ടൻ്റാണ്, ഞാൻ പൈലറ്റാണ്, ഞാൻ ഇന്ത്യനാണ്, ഞാൻ അമേരിക്കനാണ്, ഞാൻ അതാണ് ഇതാണ്, ഇതെല്ലാം ദേഹത്തിനുള്ള ഉപാധികളാണ്. ഇതിൽ നിന്ന് നമുക്ക് ഫ്രീ ആവാൻ പറ്റുള്ളൂ. ഇതാണ് നമ്മളിവിടെ ബന്ധിപ്പിക്കുന്നത്. ഈ ഉപാധികളാണ് നമ്മളെ ഇവിടെ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കുന്നത്. അപ്പോൾ ആ ഭൗതിക ലോകത്തിലെ ഉപാധികളിൽ നമ്മൾ ഉയരണം.
സോ അതാണ് സ്ട്രെങ്സ് ആൻഡ് ഡിസിഗ്നേഷൻസ് ആൻഡ് ബിക്കം ആസ് ഹംബിൾ ആസ് എ ബ്ലേഡ് ഓഫ് ഗ്രാസ്. ഉദ്ധവൻ ആഗ്രഹിച്ച പോലെ വൃന്ദാവനത്തിലെ ഒരു പുൽക്കുടിയായിട്ടെങ്കിലും ജനിച്ചാൽ മതി ഗോപികമാരുടെ ആ അപാരമായിട്ടുള്ള ആ സ്നേഹം, ഭഗവാനുള്ള സ്നേഹം മനസ്സിലാക്കിയപ്പോൾ. So the basis of devotional service is chanting of the holy name. And according to Lord Chaitanya, one cannot chant constantly unless one offers all respects to others without expecting respect for oneself. അതാണ് ഞാൻ പറഞ്ഞത്. തൃണാദപി സുനിചേന തരോരപി സഹിഷ്ണുണ അമാനീന മാനദേന കീർത്തനീയ സതി. എപ്പോഴാണ് നമുക്ക് സദാനേരവും സദാസമയത്തും ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുക? നമ്മൾ എല്ലാവരെയും ആദരവ് കൊടുക്കാൻ വേണം. ഒരാളുടെ അടുത്തും ആദരവ് പ്രതീക്ഷിക്കാനും പാടില്ല. അപ്പോഴാണ് നമുക്ക് നിരന്തരമായിട്ട് ഭഗവാന്റെ നാമം ജപിക്കാൻ പറ്റുള്ളൂ. അമാനീന മാനദേന. അമാനീന, നമ്മൾ ഒരാളുടെ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല മാനം, അല്ലേ? മാനദേന, നമ്മൾ റെസ്പെക്റ്റ് കൊടുക്കും വേണം. അതേസമയം ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ പാടില്ല, അതേസമയം നമ്മൾ മറ്റുള്ളവരെ ആദരിക്കാൻ വേണം. പക്ഷേ ഭൗതിക ലോകത്തിൽ എന്താ? ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇതല്ലേ നമ്മുടെ സ്ലോഗൻ? ഗിവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഇവിടെ എന്താണ് ചൈതന്യ മഹാപ്രഭു പറയുന്നത്? ഗിവ് റെസ്പെക്ട്, ഡോണ്ട് എക്സ്പെക്ട് റെസ്പെക്ട്. നമ്മൾ ഡിമാൻഡ് ചെയ്യാണ്, ഐ ഹാവ് ഗിവൺ യു റെസ്പെക്ട്, യു ഗീവ് മി റെസ്പെക്ട്. ഇതാണ് മെറ്റീരിയൽ വേൾഡ്, അല്ലേ? നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു, സോ ഐ എക്സ്പെക്ട് യു ഫ്രം യു ഓൾസോ റെസ്പെക്ട്. അതെങ്ങനെ? അത് ഭൗതിക ലോകത്തിൽ അതാണ് ഗീവ് ആൻഡ് ടേക്ക്. ഇതാണ് ബിസിനസ്. ഐ കമാൻഡ് റെസ്പെക്ട്. ഭഗവാൻ പറയുന്നത് അതല്ല. ആര് എന്ത് ചെയ്താലും ശരി, വി ഷുഡ് നോട്ട് ഗെറ്റ് അജിറ്റേറ്റഡ്. അതേസമയം എല്ലാവരെയും നമ്മൾ ആദരിക്കും വേണം, ഒരാളെയും ഡിസ്റെസ്പെക്ട് ചെയ്യാൻ പാടില്ല. അതാണ് ത്രണാത് തരോർ. ഇതിന് രണ്ടിനെയും സാമ്യപ്പെടുത്തുന്നത്. രണ്ടുപേരും അത്രയും ടോളറൻസും അത്രയും ഹമ്പിളുമാണ്. രണ്ട് ഉദാഹരണം, അതായത് ഒരു പുൽക്കൊടി, ഒരു വൃക്ഷവും. അപ്പം അതുകൊണ്ട് നമ്മുടെ ഒരു വിധത്തിലുള്ള ആദരവും പ്രതീക്ഷിക്കാൻ പാടില്ല. വന്നാൽ വന്നോട്ടെ, അതിന് നമ്മൾ ഇത് കണക്കണ്ട, ഭഗവാന് കൊടുക്കാതെ. ഭഗവാന്റെ അത് കാണാൻ നമ്മളെ അങ്ങനെ ആദരിക്കുന്നത് എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുക, ഗുരുവിന് വിട്ടുകൊടുക്കുക. അതേസമയം എല്ലാവരും, ഈവൻ ഒരു പുൽക്കുടി പോലും നമ്മൾ ആദരവ് കൊടുക്കണം. കാരണം ഭഗവാന്റെ സൃഷ്ടിയിലുള്ളതാണ് ആ പുൽക്കൊടിയും കൂടി. ഒരു ചെറിയൊരു ആൻറ്റ്, ചെറിയൊരു കൊതു, അതിനും കൂടി നമ്മൾ ആദരവ് കൊടുക്കണം. അതും ഭഗവാന്റെ സൃഷ്ടിയാണ്. ഇതാണ് പറയുന്നത് ദ ബേസിസ് ഓഫ് ഡിവോഷണൽ സർവീസ്, ചാൻഡിങ്. So instead of trying to push oneself ahead while maintaining the contaminations of lust, anger, and greed in the heart, one has to become pure and realize oneself as a servant of God, his devotees, and all living beings. ഇപ്പോൾ നമ്മളുടെ ഇതില്ലേ കണ്ടാമിനേഷൻസ് എന്താണ്? കാമക്രോധ ലോപമോഹ മതമാശ്ചര്യ. ഇതിനൊന്നും നമ്മൾ അതായത് പുഷ്ടി കൊടുക്കാതെ പുഷ്ടിപ്പിക്കാൻ പാടില്ല. അതിന് പകരം നമ്മൾ എന്താണ്? നമ്മൾ പ്യുവർ ആൻഡ് റിയലൈസ് വൺ സെൽഫ് ആസ് എ സർവൻറ്റ് ഓഫ് ഗോഡ്. ഭഗവാന്റെ സേവകനായിട്ട് നമ്മളെപ്പോഴും നമ്മളെ കണക്കാക്കണം. അതുകൊണ്ട് നമ്മളുടെ ഈ ജീവിതം നമ്മളുടെ കാമക്രോധ ലോപമോഹ മതമാശ്ചര്യത്തിൻ്റെ അധീനത്തിൽ വരുത്താൻ വേണ്ടിയിട്ടല്ല പറയുന്നത്. അങ്ങനെ ഹിസ് ഡിവോട്ടീസ് ആൻഡ് ഓൾ, അത് ആരുടെ? എല്ലാ ലിവിങ് ബീയിങ്സും, ഭക്തന്മാരോട് മാത്രമല്ല, മനുഷ്യജാതികളോട് മാത്രമല്ല, എല്ലാ ലിവിങ് ബീയിങ്സിനോടും നമുക്ക് ആദരവുണ്ടായിരിക്കണം, റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം. ഒരാളെയും ഹിംസിക്കാൻ പാടില്ല. അതാണൊരു ശുദ്ധ ഭക്തൻ, ഒരു വൈഷ്ണവൻ. The perfect stage of devotion is described in the text, in text 25 of the Mukundamala Stotra. Text 25 എനിക്ക് ഓർമ്മയില്ല എന്താണ്, എന്തായാലും ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഓ എനിമി ഓഫ് മധു ആൻഡ് കൈതബ. അതായത് ഭഗവാനെ അഡ്രസ് ചെയ്യുന്നത് മധു കൈതബാരെ, മധു കൈതമ്മമാരെ ഹരിച്ച ആൾക്കാർ, അതാണ് ഭഗവാൻ. എന്താണ്? നമ്മുടെ മനസ്സിലുള്ളതെല്ലാം നശിപ്പിക്കുന്നതാണ് ഭഗവാൻ. അതുകൊണ്ടാണ് ഈ ഒരു ഉദാഹരണം കൊടുത്തിരിക്കുന്നത്. ഓ ലോർഡ് ഓഫ് ദ യൂണിവേഴ്സ്, ദ പെർഫെക്ഷൻ ഓഫ് മൈ ലൈഫ് ആൻഡ് ദ മോസ്റ്റ് ചെറിഷ്ഡ് മേഴ്സി യു കുഡ് ഷോ മീ
would be for you to consider me the servant of 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 yes. ഭൃത്യശ്ച ഒരു ഇതില്ലേ ശ്ലോകം കുലശേഖർ ആൾവാർ പറയുന്നത് 7 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. ആ പൊസിഷൻ മതി. ഐ ഡോണ്ട് വാണ്ട് ടു ബിക്കം യുവർ സെർവൻറ്റ്. ഭഗവാന്റെ സെർവൻറ്റ് എനിക്ക് ആവണ്ട. ഭൃത്യന്റെ 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 ഭൃത്യൻ, ആ ഒരു സ്ഥാനം മതിയെന്ന്. അതാണ് ഒരു ഡിവോട്ടി എന്ന് പറഞ്ഞ. അപ്പോൾ ആ ശ്ലോകം നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? സോ 7 ടൈം. അതാണ് ഇവിടെ പറയുന്നത്, സെർവൻറ്റ് ഓഫ് ദ 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 സെർവൻറ്റ്. സോ ദാറ്റ് ഈസ് ആക്ച്വലി ഡിവോട്ടീസ് ഡിസയർ. Lord Chaitanya also expressed this important sentiment when he declared that he was not a Brahmana or a sannyasi, but a servant of the servant of the servant of the lotus feet of Krishna. എന്താണ് ആ ചൈതന്യ ചരിതാമൃതത്തിലും ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്. വാട്ട് ഈസ് ദാറ്റ്? അല്ല, അത് കുലശേഖർ ആവാർ. ഭൃത്യ ഞാൻ സന്യാസിയല്ല, ഞാൻ ഗൃഹസ്ഥനല്ല, ഞാൻ വാനപ്രസനല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഭഗവാന്റെ ഭൃത്യന്റെ ഭൃത്യന്റെ ഭൃത്യനാണ് എന്ന് പറയുന്നു. ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട്, ഞാൻ സന്യാസിയല്ല, ഞാൻ ഗൃഹസ്ഥനല്ല, ഞാൻ വാനപ്രസ്ഥല്ല, ഞാൻ ബ്രഹ്മചാരി എന്നല്ല, എന്നാണ് ഞാൻ ഭഗവാന്റെ ഭൃത്യൻ. ദാറ്റ് ഈസ് മൈ ഐഡന്റിറ്റി. ഒരാൾ ചോദിക്കുമ്പോൾ ഞാൻ എന്താണ്, ഞാൻ സന്യാസിയാണ്, അല്ലെങ്കിൽ ബ്രഹ്മചാരിയാണ്, ഞാൻ ബ്രാഹ്മണനാണ്, ഞാൻ ക്ഷത്രിയാണ്, ഗൃഹസ്ഥനാണ്, ഇത് നമ്മുടെ ഐഡന്റിറ്റി അല്ല. ഇത് ബോഡിക്കുള്ള ഐഡന്റിറ്റിയാണ്. നമുക്ക് ഡിവോഷണൽ ലൈഫിൽ പ്രോഗ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഉപാധി മാത്രമാണ് ഈ വർണ്ണവും ആശ്രമവും. മെറ്റീരിയലാണ്. അത് പ്രകാരം ജീവിച്ചാൽ നമുക്കൊരു ഭക്തനായിട്ട് തീരാൻ പറ്റും. പക്ഷെ അത് നമ്മളുടെ ആക്ച്വൽ ഐഡന്റിറ്റി അല്ല. ആ ആക്ച്വൽ ഐഡന്റിറ്റി എന്താണ്? ഭൃത്യശ്ച 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 ഭൃത്യ. അതാണ് ഇവിടെ ചൈതന്യ മഹാപ്രഭു പറയും, ഞാൻ സന്യാസിയല്ല, കീബാന്യാസി. ആണ് ആ ശ്ലോകം. കീബാന്യാസി പറഞ്ഞിട്ട് തുടങ്ങി. കിബ വിപ്ര പറഞ്ഞിട്ട് ശ്ലോകമാണത്. ഞാൻ സന്യാസിയല്ല, വിപ്ര എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ, ലേണൻ, അതുമല്ല, ഗൃഹസ്ഥനുമല്ല, ഞാനാണ് ഭഗവാന്റെ ഭക്തനാണ്. സെർവൻറ്റ് ഓഫ് ദ സെർവൻറ്റ് ഓഫ് ദ സെർവൻറ്റ് ഓഫ് ദ സെർവൻറ്റ് ഓഫ് കൃഷ്ണ. സോ അതാണ് ഈവൻ ചൈതന്യ മഹാപ്രഭുവും പറയുന്നത്. സോ ദ ലോർഡ് ഓഫ് ദ ഗോപീസ് ഓഫ് വൃന്ദാവന, ഓക്കെ, സെർവൻറ്റ് ഓഫ് ദ ലോട്ടസ് ഫീറ്റ് ഓഫ് കൃഷ്ണ, ദ ലോർഡ് ഓഫ് ദ ഗോപി. അതായത് ഗോപീർ ഭർത്തൃപദകമലയോർ ദാസദാസാനുദാസ. ശ്ലോകം നിർത്താൻ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഒരു മിനിറ്റ്, ഓക്കെ, ഒരു മിനിറ്റ്, ഇപ്പോൾ കാണിച്ചു തരാം. നല്ല ശ്ലോകമാണത്. കിട്ടിയോ? മധ്യലീലയിൽ 8.128. മധ്യലീല 8.128. കിബ വിപ്ര കിബാന്യാസി ശൂദ്ര കേനായി ഏ കൃഷ്ണ തത്വവേദ സേ ഗുരു ഹായ്. ഇതാണ്. വെദർ വൺ ഈസ് എ ബ്രാഹ്മണ, എ സന്യാസി ഓർ എ ശൂദ്ര, റിഗാർഡ്ലെസ് ഓഫ് വാട്ട് ഹി ഈസ്, he can become a spiritual master if he knows the secret of Krishna. പിന്നെ ഗോപി ഭർത്തൃ പദകമലയോർ ദാസ, അതിൻ്റെ ഏതാണ് നോക്കട്ടെ, ഒരു മിനിറ്റ്, എനിക്ക് ആദ്യം ഓർമ്മയില്ല. ചൈതന്യ മഹാപ്രഭു പറയുന്നു, നാഹം വിപ്രോ നരാ പതിർ നാപി വൈശ്യോ ന ശൂദ്രോ. ഇതാണ് ആക്ച്വലി ഈ ശ്ലോകമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നാഹം വിപ്രോ നരാ പതിർ നാപി വൈശ്യോ ന ശൂദ്രോ നാഹം വർണിന ച ഗൃഹപതിർ നോ വനസ്ഥോ യതിർവാ കിന്തു പ്രോദ്യൻ നിഖില പരമാനന്ദ പൂർണ്ണാമൃതാബ്ദേർ ഗോപി ഭർത്തൃ പദകമലയോർ ദാസദാസാനുദാസ. ഇതാണ് ആക്ച്വലി. മറ്റത് ഉണ്ട്, പക്ഷെ ഈ ശ്ലോകമാണ് നമ്മുടെ ഉദ്ദേശിക്കുന്നത്.
I am not a Brahmana, I am not a Kshatriya, I am not a Vaishya or a Shudra. Nor I am a brahmachari, a householder, a vanaprastha or a sannyasi. I identify myself only as a servant of the servant of the servant of the lotus feet of Lord Sri Krishna, the maintainer of the gopis. Gopir Bhartru Padakamalayo. Dasadana Sarvata. Maintainer of the gopis. Gopir Bhartru, master of the gopis. He is like an ocean of nectar and is the cause of universal transcendent bliss. He is always existing with brilliance. About the Madhya 1380. Madhya 1380 matter. Madhya 128. So this is Shloka Nokitulu, Madhya 1380. Okay. Naham Vipro Nachanarapatir Napi Vaishyo na Shudro. Okay. But servant of the servant of the servant of the lotus feet of Krishna, the Lord of the gopis of Vrindavana. Thus, devotee who want to attain devotional perfection will pray for the good fortune to serve recognized Vaishnavas. About perfection stage namade Vaishnavamare sevikanam. Bhaktamare sevikanam. Bhaktamare sevikamana Bhagavane ettavum preethiപ്പെടുന്നത്. Bhagavane directly സേവിക്കുമ്പോൾ ഭഗവാൻ ആ പ്രീതി കിട്ടുന്നില്ല അല്ലേ? മറ്റേ ആരാണ് രാമാനുജാചാര്യരുടെ ശിഷ്യന്റെ പേരെന്താണ്? അദ്ദേഹം ഭഗവാൻ എപ്പോഴും വീശരെ കൊണ്ട് വീശുന്നത് പേര് മറന്നു. അദ്ദേഹത്തിനോട് പറഞ്ഞില്ലേ, ഭഗവാൻ പറഞ്ഞില്ലേ, അതായത് ഇപ്പോഴൊന്നും കിട്ടില്ല മോക്ഷം. എല്ലാവർക്കും സംസാരിക്കും. സുരേഷല്ല, സുരേഷാണല്ല, പേര് മറന്നു. ഓക്കെ, എനിവേ എപ്പോഴും ഭഗവാനെ സേവനം ചെയ്യുന്ന ഭക്തനാണ് അല്ലേ? അപ്പൊ എല്ലാവർക്കും വേണ്ടിയിട്ട് ചോദിക്കും, ഓരോ ചോദ്യങ്ങൾ ഭഗവാനോട് ചോദിക്കും, അതൊക്കെ ഉത്തരം കൊടുക്കും. അപ്പൊ ഒരു ദിവസം വിചാരിച്ചു, ഞാൻ എന്തുകൊണ്ട് എനിക്ക് മുക്തി കിട്ടില്ല? ഞാൻ ചോദിച്ചുകൂടെ ഭഗവാനോട്? അപ്പോൾ ചോദിച്ചു ഭഗവാനോട്, എപ്പോഴാണ് എനിക്ക് മുക്തി കിട്ടാനുണ്ട്? അപ്പോൾ പറഞ്ഞു, ഒരുപാട് ജന്മം എടുക്കേണ്ടി വരും. അതെന്നാ ഞാൻ ഭഗവാനെ ഡയറക്റ്റ് എത്ര ദിവസം കൊണ്ട് സേവിക്കുന്നത്? എൻ്റെ ഭക്തന്മാരെ സേവിക്കുന്നല്ലോ, എൻ്റെ ഭക്തന്മാരെ സേവിച്ചാലാണ് മുക്തി കിട്ടുള്ളൂ. ഉടനെ വീശരവിടെ വെച്ച് പോയി ആരാ യമുനാചാര്യത്തെ പോയി വേഷം മാറിയിട്ട് കാണിച്ചാൽ വേഷം മാറാണ്ട് പോയാൽ സമ്മതിക്കില്ല. വേഷം മാറിയിട്ട് സേവനം ചെയ്ത് തിരിച്ചു വന്നു. അപ്പൊ അങ്ങനെ അതാണ് ഭഗവാൻ പറയുന്നത്, ഭഗവാനെ ഏറ്റവും ഇഷ്ടം തൻ്റെ ഭക്തന്മാരെ സേവിക്കുന്നത്. കാഞ്ചിപൂർണ്ണ, യെസ്, കാഞ്ചിപൂർണ്ണ. സോ അതാണ് പറയുന്നത് ഇവിടെ, recognize Vaishnavas. So King Kulashekara also gives us the version of constant meditation on vision of constant meditation on Lord Vishnu. This can be attained by engaging oneself 24 hours a day in various services within the framework of the ninefold practices of bhaktis. Sri Srimad Bhagavatam 7.5.24. Shravanam Kirtanam Vishnu Smaranam Padasevanam Archanam Vandanam Dasyam Sakyam Atmanivedanam. ഈ 9fold പ്രാക്ടീസസ് ഓഫ് ഭക്തിയിൽ ഏത് വേണമെങ്കിലും നമുക്ക് തിരഞ്ഞെടുക്കാം, എല്ലാം ചെയ്യാം. ഏത് ഒന്നില്ലെങ്കിലും നമ്മൾ എക്സ്പെർട്ട് ആയിരിക്കുക. എ ട്രൂ വൈഷ്ണവ നെവർ തിങ്സ് ഹി ഹാസ് അറ്റൈൻഡ് ദ അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ, ബട്ട് റേദർ കണ്ടിന്യൂസ് ടു സെർവ് ദ ലോർഡ് ആൻഡ് ദ ഡിവോട്ടീസ് വൈൽ ഓൾവേസ് റിമൈനിങ് കോൺഷ്യസ് ഓഫ് ദി സുപ്രീം ലോർഡ് ഇൻ ദ ഹാർട്ട്. അപ്പോൾ അതാണ് ശരിക്കുള്ള ഒരു വൈഷ്ണവൻ. എപ്പോഴും എന്താണ് അൾട്ടിമേറ്റ് സ്റ്റേറ്റ് ഓഫ് പെർഫെക്ഷൻ ഞാൻ എത്തി, അതിന് പകരം എന്താണ്, എപ്പോഴും ഭഗവാന്റെയും ഭഗവാന്റെ ഭക്തന്മാരെയും സേവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ ഇപ്പൊ പൂർണ്ണമായി, എനിക്ക് പക്വത വന്നു, ഞാൻ മെച്യൂരിറ്റി കിട്ടി, പെർഫെക്ഷൻ കിട്ടി, എനിക്കിനി ആരെയും സേവിക്കേണ്ട ആവശ്യമില്ല. ഒരിക്കലും ഒരു ഭക്തൻ അങ്ങനെ വിചാരിക്കില്ല. എത്ര പെർഫെക്ഷൻ സ്റ്റേജിൽ എത്തിയിട്ടുള്ള ഒരു വൈഷ്ണവനാണെങ്കിലും എപ്പോഴും ഭക്തന്മാരെയും ഭഗവാനെയും എപ്പോഴും സേവനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. അതാണ് ഒരു ശുദ്ധഭക്തൻ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ വൈഷ്ണവിയും
പരമാം തു വൈഷ്ണവീം എന്ന് പറയുന്നു. എന്താണ്? ഓഫ് ദ വൈഷ്ണവാസ് ആൻഡ് ഇൻ റിലേഷൻ ടു വിഷ്ണു. ഹരേ കൃഷ്ണ. വഞ്ച കൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവ ച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो. अनंत कोटि वैष्णव की जय. श्रील प्रभुपाद की जय. गुरु महाराज की जय. ताय गो प्रेमानंदे. हरि हरि.